മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കും. പക്ഷെ പിറ്റേന്ന് നോക്കുമ്പോൾ അതിൽ 70% മറന്നുപോയിട്ടുണ്ടാവും. സങ്കടം വരുമല്ലേ? പക്ഷെ ഇത് നിങ്ങളെ കുഴപ്പമല്ല. ഉപയോഗിക്കാത്ത വിവരങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ നമ്മുടെ തലച്ചോറ് പണ്ടേ പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ്. എന്നാൽ ജപ്പാനിലെ വിദ്യാർത്ഥികൾ 2000-ലധികം കാഞ്ചി അക്ഷരങ്ങൾ പഠിക്കുകയും അത് ജീവിതകാലം മുഴുവൻ ഓർത്തുവെക്കുകയും ചെയ്യുന്നു. അതിൻ്റെ രഹസ്യം എന്താണെന്നറിയാമോ? നമ്മുടെ ടീച്ചർമാർ പറഞ്ഞു തരാത്ത ജാപ്പനീസ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന 5 സിമ്പിൾ വിദ്യകളിതാ. ഒന്നാമത്തേത് ആക്റ്റീവ് റീകോൾ. നമ്മൾ സാധാരണ ചെയ്യുന്നത് പാഠപുസ്തകം വീണ്ടും വീണ്ടും വായിക്കുകയോ ഹൈലൈറ്റ് ചെയ്യുകയോ ആണ്. എന്നാൽ ഇത് വെറും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പോലെയാണ് തലച്ചോറിന് തോന്നുക. പകരം ഔട്ട്പുട്ടിൽ ശ്രദ്ധിക്കുക. ഒരു വട്ടം വായിച്ച ശേഷം പുസ്തകം അടച്ചുവെക്കുക. എന്നിട്ടൊരു വെള്ള പേപ്പറിൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ മാത്രം എഴുതാൻ ശ്രമിക്കുക. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും, പക്ഷേ ആ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ഓർമ്മശക്തിയെ ബലപ്പെടുത്തുന്നത്. രണ്ടാമത്തേത് കുമോൺ മെത്തേഡ്. ഒറ്റയടിക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ ശ്രമിക്കാതെ പാഠങ്ങളെ ചെറിയ ഭാഗങ്ങളായി തിരിക്കുക. ദിവസവും ചെറിയ അളവിൽ മാത്രം പഠിക്കുക. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ ജെയിംസ് ക്ലിയർ പറയുന്നത് പോലെ ദിവസവും വെറും 1% മെച്ചപ്പെടാൻ ശ്രമിച്ചാൽ പോലും അത് വലിയ മാറ്റമുണ്ടാക്കും. 3. സ്പേസ്ഡ് റെപ്പറ്റിഷൻ. പഠിച്ച കാര്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ വീണ്ടും നോക്കുന്ന രീതിയാണിത്. പഠിച്ച് 24 മണിക്കൂറിന് ശേഷം ഒരു വട്ടം നോക്കുക, പിന്നെ 3 ദിവസത്തിന് ശേഷം, പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ്. ഇങ്ങനെ ചെയ്യുമ്പോൾ മറവി എന്ന പ്രശ്നത്തെ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാം. 4. കൈസൻ. ഇതൊരു ജാപ്പനീസ് ജീവിതശൈലിയാണ്. അതായത് തുടർച്ചയായ പുരോഗതി. പരീക്ഷയുടെ തലേന്ന് ഉറക്കമിളച്ച് പഠിക്കുന്നതിന് പകരം ദിവസവും വെറും 6 മിനിറ്റ് ഇതിനായി മാറ്റിവെക്കുക. 2 മിനിറ്റ് ആക്റ്റീവ് റീകോൾ, 2 മിനിറ്റ് സ്പേസ്ഡ് റെപ്പറ്റിഷൻ, 2 മിനിറ്റ് പ്രാക്ടീസ്. മാസം കഴിയുമ്പോൾ നിങ്ങൾ 30%-ലധികം മെച്ചപ്പെട്ടിരിക്കും. 5. സു. ഇത് ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള വിദ്യയാണ്. പഠിക്കാൻ മാത്രമായി ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തുക. പഠിക്കാനിരിക്കുന്നതിന് മുൻപ് ഒരു പ്രത്യേക പേന എടുക്കുകയോ അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിക്കുകയോ ചെയ്യുന്നതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഇത് നിങ്ങളുടെ തലച്ചോറിന് ഇപ്പോൾ പഠിക്കാനുള്ള സമയമാണ് എന്ന സന്ദേശം നൽകും. അപ്പോൾ പഴയതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ച് എല്ലാം മറന്നുപോകണോ, അതോ ഈ സ്മാർട്ട് രീതികൾ ഉപയോഗിച്ച് പഠനം എളുപ്പമാക്കണോ? തീരുമാനം നിങ്ങളുടേതാണ്. ഇന്ന് തന്നെ ഇതിലേതെങ്കിലും ഒരു വിദ്യ പരീക്ഷിച്ചു നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മാറ്റങ്ങൾ തുടങ്ങട്ടെ, ചെറിയ ചുവടുകളിലൂടെ.